ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽന ദീപം കഴിഞ്ഞ എപ്പിസോഡിൽ ഉദ്ധിതനായ ക്രിസ്തു ചഞ്ചലിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട്, കലങ്ങിയിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട്, തോന്നലുകൾക്ക് ആധാരമായി ഭയപ്പെട്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട് താൻ ക്രിസ്തു ആകുന്നു എന്ന് അവരെ ധരിപ്പിക്കുവാനായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന അനുഭവം നാം ചിന്തിക്കുകയുണ്ടായി. അവരുടെ സംശയത്തിൻ്റെ മുമ്പിൽ താനൊരു ഭൂതമാണ് എന്ന് വെച്ച് നോക്കുന്നവരുടെ മുമ്പിൽ താൻ ക്രിസ്തു തന്നെയാണെന്ന് കാണിക്കുവാനായി അവൻ കൈയും കാലും കാണിക്കുന്നതായിട്ട് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാന വിഷയം കേൾക്കുകയുണ്ടായി. അവൻ തൻ്റെ കൈയും കാലും അവരെ കാണിച്ചു. എന്നാൽ കൈയും കാലും കണ്ടപ്പോൾ അവർക്ക് അതിയായ സന്തോഷമുണ്ടായതായും ആ സന്തോഷം അതിശയമായി മാറുന്നതായും വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ സന്തോഷത്തിൻ്റെയും അതിശയത്തിൻ്റെയും മധ്യത്തിൽ അവർക്ക് വീണ്ടും വിശ്വസിക്കുവാൻ കഴിയാതെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിന് നമുക്ക് തലക്കെട്ട് കൊടുക്കാം: സന്തോഷത്താൽ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നവർ, സന്തോഷത്താൽ വിശ്വസിക്കാത്തവർ. തീർച്ചയായും സന്തോഷവും അതിശയവും ഒക്കെ നമ്മുടെ ക്രിസ്തുവിലും ദൈവത്തിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതാണ്. എന്നാൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 41 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവൻ അവരോട്. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കാലും കൈയും അവർ കണ്ടു. യേശു കർത്താവിൻ്റെ കയ്യിലെ തുള അവർ കണ്ടു. കാലിലെ മുറിപ്പാടുകൾ അതൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഉദ്ധാരണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളാണ്. മുറിപ്പാടുകൾ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ആ തുളയുമൊക്കെ കണ്ടിട്ട് അവർക്കത് യേശു ആണെന്ന് തോന്നത്തക്കവണ്ണം ഒരു സന്തോഷമുണ്ടായി. വാക്യം ഇങ്ങനെ പറയുന്നു: അവർ സന്തോഷത്താൽ അതിശയിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അതിശയങ്ങൾ നാം കാണാറുണ്ട്, അത്ഭുതങ്ങൾ നാം കാണാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിയായിട്ട് പല അത്ഭുതങ്ങളും പല അതിശയങ്ങളും പല നടക്കാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകാറുണ്ട്. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ഈ സന്തോഷം വിശ്വാസമായി പരിണമിക്കുന്നില്ല. അതിശയങ്ങളും അത്ഭുതങ്ങളും നൽകുന്ന സന്തോഷവും ആനന്ദവും വിശ്വാസമായി പരിണമിക്കാത്ത ഒരു ശിഷ്യ സമൂഹത്തെയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 24 അധ്യായം 41 വാക്യം കാണിക്കുന്നത്. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട്, അവരെ വിശ്വസിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് കൈയും കാലും ഒക്കെ കാണിച്ചത്. എന്നാൽ കൈയും കാലും കണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ കൈയും കാലും കണ്ടവർ സന്തോഷിക്കുന്നു. അവർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്, അതിശയമുണ്ടാകുന്നുണ്ട്. എന്നാൽ സന്തോഷത്താൽ അവർ വിശ്വസിക്കാതെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന ഓരോ അതിശയങ്ങളും സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കുമ്പോൾ അത് വിശ്വാസ തലത്തിൽ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമായി തീരണം. പല അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടും, പല സന്തോഷകരമായ അനുഭവങ്ങളിലൂടെ, പല അത്ഭുതങ്ങൾ, നാം ഓരോ പ്രഭാതത്തിലും ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഒരു രോഗമുണ്ടായിട്ട് വീണ്ടും ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നതും ഒരു അത്ഭുതം തന്നെയല്ലേ? അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സന്തോഷം മാത്രമേ വർദ്ധിപ്പിക്കുന്നുള്ളൂ, അതോ അത് അതിശയം മാത്രമേ വർദ്ധിപ്പിക്കുന്നുള്ളൂ? അത് നമ്മുടെ വിശ്വാസത്തിന്റെ സൂചിക, ദൈവവിശ്വാസത്തിന്റെ സൂചിക വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് ഈ പകലിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കാം, ചിന്തിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ സൂചിക ഇപ്പോഴും പഴയ പടി തന്നെയാണോ? വിശ്വാസം എത്ര കണ്ട് വർദ്ധിക്കുന്നുണ്ട്? എന്നാൽ കർത്താവ് അവരുടെ വിശ്വാസം പിന്നെയും വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട്, തിരുവെഴുത്തുകളെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്. 45 വാക്യം ഇങ്ങനെ പറയുന്നു: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അടച്ചു വെച്ചിരിക്കുന്ന ബുദ്ധിയുമായിട്ട് അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ടാൽ സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വിശ്വാസം ഉണ്ടാകുകയില്ല. നമ്മുടെ ബുദ്ധി തുറന്നു വരണം. ദൈവിക വെളിപ്പാടുകളെ സ്വീകരിക്കുവാൻ നമ്മുടെ ബുദ്ധി തുറക്കപ്പെടേണ്ടതിന്
ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് എത്ര ശക്തമായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കലെങ്കിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, തിരുവെഴുത്തുകളുടെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന്? ഇവിടെ അവൻ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകൾ തിരിച്ചറിവ് നൽകുന്നതാണ്. തിരുവെഴുത്തുകൾ അകക്കാഴ്ച വർദ്ധിപ്പിക്കുന്നതാണ്. തിരുവെഴുത്തുകൾ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ്. ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മന്ദമായിരിക്കുന്ന ബുദ്ധികളെ പരിശുദ്ധാത്മാവ് തുറക്കേണ്ടതിന് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമുക്ക് ദൈവസന്നിധിയിൽ മറ്റു പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊപ്പമോ അതിനു മുമ്പേയോ നിരത്തിവെക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയമാണ് തിരുവചനത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. അതുകൊണ്ടാണ് എത്രയൊക്കെ വചനം കേട്ടിട്ടും ബുദ്ധി തുറന്നു വരാത്തത് കൊണ്ട്, ഇത് ഗ്രഹണത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ട്, ഇത് ഗ്രഹിക്കാത്തത് കൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വീണ്ടും നമ്മൾ ശിഷ്യന്മാരെ പോലെ തന്നെ തോന്നലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭയത്തിനടിമപ്പെട്ട് സംശയിക്കുന്നവരായി ദൈവത്തെ നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ 49-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളുടെ ബുദ്ധി തുറക്കണമെങ്കിൽ ചിലത് നിങ്ങളുടെ മേൽ അയക്കപ്പെടണം. പിതാവ് വാഗ്ദത്തം ചെയ്തത് എന്താണ്? യേശു കർത്താവ് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ കാര്യസ്ഥനായ, സകല ബുദ്ധിയിലും പരിജ്ഞാനത്തിലും വിവേകത്തിലും നമ്മളെ നടത്തുന്ന സർവശക്തിയുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മുടെ മന്ദബുദ്ധികൾ തുറക്കപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ് തിരുവെഴുത്തുകളുടെ ഗ്രഹണം നമുക്കുണ്ടാകുന്നത്. തിരുവെഴുത്തുകൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ എങ്ങോട്ടും മാറിപ്പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായി നമ്മളോട് പറയുന്നു, ഉയരത്തിലെ ശക്തി വേണ്ടുവോളം പ്രാപിച്ചെടുക്കണമെങ്കിൽ നഗരത്തിൽ അടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. നഗരത്തിൽ പാർപ്പിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നിങ്ങൾ ഓടിപ്പോകാനുള്ളവരല്ല. ശിഷ്യഗണത്തോട് പറയുകയാണ്, നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുക, നിങ്ങൾ അവിടെ ഒതുങ്ങിയിരിക്കുക. ശക്തി നിങ്ങളുടെ മേൽ വരട്ടെ. ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മളുടെ മേൽ വരുമ്പോൾ തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധി തുറക്കപ്പെടും. അപ്രകാരം ബുദ്ധി തുറന്നാൽ തോന്നലുകൾ മാറ്റപ്പെടും, സംശയങ്ങൾ മാറ്റപ്പെടും, ഭയങ്ങൾ മാറ്റപ്പെടും. ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അഭിഷേകത്താൽ, ആത്മാവിനാൽ അവൻ നമ്മളെ നടത്തും. ജയജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ പറ്റും. ഒരിക്കലും നാഥനെ സംശയിക്കരുത്. യേശു കർത്താവിന് സഹിക്കാവുന്നതിലും അപ്പുറത്തെ വേദനയാണ് സംശയത്തോടെ നാം അവനെ നോക്കുന്നത്. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ. അവന്റെ വിശ്വസ്തത ജീവപര്യന്തം, നിത്യതയോളം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ സംശയിക്കാതെ, കർത്താവിനെ സംശയിക്കാതെ ആ നല്ല കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തിയോടെ ക്രൈസ്തവ ജീവിതത്തിൽ മുന്നേറാം. അതിന് പരിശുദ്ധാത്മാവ് ഏവരെയും സജ്ജമാക്കട്ടെ.